നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. സമുദ്രമേഖലയിലെ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്കായി 2 MQ-9B സീ ഗാർഡിയൻ ഡ്രോണുകൾ 30 മാസത്തേക്ക് പാട്ടത്തിനെടുക്കുന്നതിനായി US പ്രതിരോധ കമ്പനിയായ ജനറൽ അറ്റോമിക്സുമായി പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. 1943 കോടി രൂപയുടേതായിരുന്നു ഈ കരാർ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ദീർഘദൂര നിരീക്ഷണ ഡ്രോണുകളിലൊന്നായ സീ ഗാർഡിയൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം ശക്തമായ നിരീക്ഷണത്തിന് നാവികസേനയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈനിക ഉപകരണങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് അപൂർവമാണെന്ന് തോന്നാമെങ്കിലും പ്രതിരോധ രംഗത്ത് ഇതൊരു പുതിയ കാര്യമല്ല. 2020 ചൈനയുമായിട്ടുള്ള ഗാൽവാൻ സംഘർഷത്തിന് പിന്നാലെ ജനറൽ അറ്റോമിക്സിന്റെ 2 ഡ്രോണുകൾ ഇത്തരത്തിൽ നാവികസേന പാട്ടത്തിനെടുത്ത് പ്രവർത്തിപ്പിച്ചിരുന്നു. US ഇറാൻ യുദ്ധത്തിനിടയിലുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഈ പുതിയ കരാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിന് നാവികസേനയെ കൂടുതൽ കരുത്തുറ്റതാക്കും. ഈ കരാറിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരത്തിൽ ഡ്രോണുകൾ ലീസിനെടുക്കുന്നു എന്നത്. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. 2024 ഒക്ടോബറിൽ 31 MQ-9B ഡ്രോണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ കരാർ ഒപ്പുവെച്ചിരുന്നു. നാവികസേനയ്ക്കായി 15 സീ ഗാർഡിയനുകളും കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമായി 16 സ്കൈ ഗാർഡിയനുകളും. എന്നാൽ ഇതിൻ്റെ ആദ്യ വിതരണം 2029 മാത്രമേ ആരംഭിക്കൂ. ഇന്ത്യയുടെ സങ്കീർണവും ദൈർഘ്യമേറിയതുമായ പ്രതിരോധ സംഭരണ രീതി അനുസരിച്ച് ഒരു ഉപകരണം വാങ്ങുന്നതിന് അനുമതികൾ, വിലയിരുത്തലുകൾ, ലേല നടപടികൾ, ചർച്ചകൾ എന്നിങ്ങനെ ഒരു നീണ്ട പ്രക്രിയ തന്നെ മുന്നിലുണ്ട്. ലളിതമായി പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി ഒരു വീട് വാങ്ങുന്നത് വരെ വാടകയ്ക്ക് താമസിക്കുന്നതിന് തുല്യമായ ഒരു സംവിധാനമാണ് ഈ ഒരു നയത്തിലൂടെ ഇന്ത്യ സ്വീകരിക്കുന്നത്. പാട്ടത്തിനെടുക്കുമ്പോൾ ഉപകരണങ്ങളുടെ പ്രധാന പരിപാലന ചുമതല കമ്പനിക്കായിരിക്കും എന്നതൊരു വലിയ നേട്ടമാണ്. 2024 സെപ്റ്റംബറിൽ പാട്ടത്തിനെടുത്ത 2 സീ ഗാർഡിയനുകളിൽ ഒന്നിന് സാങ്കേതിക തകരാർ സംഭവിക്കുകയും കടലിൽ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ ജനറൽ അറ്റോമിക്സ് അധിക ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്ക് പകരം മറ്റൊന്ന് നൽകുകയായിരുന്നു. നിരീക്ഷണത്തിൻ്റെയും വിവരശേഖരണത്തിൻ്റെയും കാര്യത്തിൽ MQ-9B ശ്രേണി സമാനതകളില്ലാത്തതാണെന്നത് വിശേഷിപ്പിച്ചാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവില്ല. ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് വളരെ അകലെ ഉയർന്ന ഉയരത്തിൽ ദീർഘനേരം പ്രവർത്തിക്കാൻ തക്കവണ്ണമാണ് MQ-9B ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവിധ തരം സെൻസറുകൾ, റഡാറുകൾ, മറ്റ് ഇന്റലിജൻസ് ശേഖരണ സംവിധാനങ്ങൾ എന്നിവ വഹിച്ചുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ 30 മണിക്കൂറിലധികം വായുവിൽ തുടരാൻ ഈ ഡ്രോണുകൾക്ക് കഴിയുമെന്ന് ജനറൽ അറ്റോമിക്സ് വ്യക്തമാക്കുന്നു. സിവിലിയൻ വ്യോമയാന മേഖലയുമായി സംയോജിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയും ഇവയെ വേറിട്ട് നിർത്തുന്നു. ചുറ്റുമുള്ള വ്യോമപാതയ്ക്ക് ചുറ്റും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ തന്നെ സാധാരണ വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നുയരാനും സിവിൽ എയർ ട്രാഫിക്കിലൂടെ സഞ്ചരിക്കാനും ഈ ഡ്രോണുകൾക്ക് സാധിക്കും. സീ ഗാർഡിയൻ എന്നത് സമുദ്ര നിരീക്ഷണത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സെൻസറുകളടങ്ങിയ MQ-9B വിഭാഗത്തിൽപ്പെട്ട ഡ്രോണാണ്. അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിനും പിന്തുടരുന്നതിനുമുള്ള ശേഷി ഇതിൽ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ആളില്ലാ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷത കൂടിയാണ്. ജീവനക്കാരുടെ സമയപരിധി അല്ലെങ്കിൽ ക്ഷമയെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ തന്നെ ഒരു നിശ്ചിത സമുദ്രമേഖല നിരീക്ഷിക്കാനും കപ്പലുകളെ പിന്തുടരാനും വിദൂര സമുദ്രപാതകളിൽ മണിക്കൂറുകളോളം തുടർച്ചയായി പെട്രോളിംഗ് നടത്താനും സീ ഗാർഡിയന് സാധിക്കും. ഇന്ത്യ കരാറിൽ ഏർപ്പെട്ട ഡ്രോണുകൾ എത്തിത്തുടങ്ങുന്നത് വരെ സീ ഗാർഡിയനുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന കൈവരിച്ച അനുഭവം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ ലീസ് കരാർ. 2026 ഓഗസ്റ്റിൽ ഒപ്പുവെച്ച 30 മാസത്തെ ലീസ് കാലാവധി 2029 വരെയുണ്ട്. വാങ്ങാൻ തീരുമാനിച്ച 31 സ്കൈ സീ ഗാർഡിയനുകളുടെ വിതരണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതും ഈ സമയത്ത് തന്നെയാണ്. 2025 ഓപ്പറേഷൻ സിന്ദൂർ, US ഇറാൻ സംഘർഷങ്ങൾ എന്നിവ സൃഷ്ടിച്ച ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പുതിയ കരാറിന് പിന്നിൽ. വാങ്ങിയ ഡ്രോണുകൾ എത്തുന്ന 2029 വരെ നാവികസേനയുടെ മുൻപരിചയവും സേനാശേഷിയും തുടർച്ചയായി നിലനിർത്താൻ ഈ 30 മാസത്തെ കരാറും സഹായിക്കും. ആഫ്രിക്കൻ തീരം മുതൽ മലാക്ക കടലെടുക്ക് വരെയുള്ള വിശാലമായ സമുദ്രപാതകളും തന്ത്രപ്രധാന മേഖലകളും നിരീക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യക്കുള്ളത്. സ്വന്തം ഡ്രോണുകൾ എത്തുന്നതുവരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജാഗ്രത കുറയാതിരിക്കാൻ ഈ പുതിയ കരാർ ഇന്ത്യയെ സഹായിക്കും.